ഹായ് ഗൈസ്, എല്ലാവർക്കും സിയോസ് ക്വിസ് ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2021 USS സ്കോളർഷിപ്പ് എക്സാം സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പാർട്ട് 2 വീഡിയോയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോളാർ സിസ്റ്റത്തിലാണ്. അപ്പോൾ സോഷ്യൽ സയൻസിൽ നിന്നും ചോദ്യങ്ങൾ ധാരാളം ഒരു വൻ സാധ്യതയുള്ള ഒന്നാണ്. അതെ, സോളാർ സിസ്റ്റം. അപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് വാട്ട് ഈസ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ഡിഫൈൻ സോളാർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ഉത്തരം നമുക്ക് നോക്കാം. അതായത് വാട്ട് ഈസ് സോളാർ സിസ്റ്റം അത് നമുക്ക് നോക്കാം. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി സൺ ആൻഡ് ദി 8 planets ആൻഡ് their satellites who revolve around the sun. It also includes thousands of comets and asteroids. അപ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൂര്യനും 8 പ്ലാനറ്റ്സും അവയുടെ സാറ്റലൈറ്റ്സും അടങ്ങിയതിനെയാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും എന്ത് ചെയ്യും? സൂര്യന് ചുറ്റും വലം വയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിൽ ധാരാളം തൗസൻഡ്സ് ഓഫ് കോമറ്റ്സും ആസ്ട്രോയിഡ്സും അടങ്ങിയിട്ടുണ്ട്. കോമറ്റ്സും ആസ്ട്രോയിഡ്സും ഒക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു 6th 7th നിങ്ങളിത് ഈ കോമറ്റ്സിനെ കുറിച്ചും ആസ്ട്രോയിഡ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് സോളാർ സിസ്റ്റം. സൂര്യനെ വലംബിക്കുന്ന 8 പ്ലാനറ്റുകളും അവയുടെ സാറ്റലൈറ്റുകളും അടങ്ങിയതാണ് സോളാർ സിസ്റ്റം. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് അതിൽ തൗസൻഡ്സ് ഓഫ് കോമറ്റ്സും ആസ്ട്രോയിഡ്സും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അല്ലേ, നമുക്കറിയാം 8 പ്ലാനറ്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്ലാനറ്റ് മെർക്കുറി, രണ്ടാമത്തെ പ്ലാനറ്റ് വീനസ്, മൂന്നാമത്തെ പ്ലാനറ്റ് എർത്ത്, നാലാമത്തെ പ്ലാനറ്റ് മാർസ്, അഞ്ചാമത്തെ പ്ലാനറ്റ് ജുപ്പിറ്റർ, ആറാമത്തെ പ്ലാനറ്റ് സാറ്റേൺ, ഏഴാമത്തെ പ്ലാനറ്റ് യുറാനസ്, എട്ടാമത്തെ പ്ലാനറ്റ് നെപ്റ്റ്യൂൺ. അപ്പോൾ ഈ 8 ആണ് പ്ലാനറ്റ്സ്. എന്തൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവയൊക്കെയാണ് സൂര്യന് ചുറ്റും വലമിക്കുന്ന പ്ലാനറ്റുകൾ. 8 പ്ലാനറ്റുകളുണ്ട്. ഇവയാണ് അവ. ഓക്കെ, അപ്പോൾ ഈ സൂര്യനെ വലമിക്കുന്ന 8 പ്ലാനറ്റുകളും അവയുടെ സാറ്റലൈറ്റുകളും അടങ്ങിയതിനെയാണ് സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ എർത്തിന് ഓരോ പ്ലാനറ്റിനും സാറ്റലൈറ്റ്സ് ഉണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഓക്കെ, എർത്തിൻ്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂണാണ് എർത്തിൻ്റെ സാറ്റലൈറ്റ്. അതുപോലെ ഓരോ പ്ലാനറ്റുകൾക്കും ഉപഗ്രഹങ്ങളും ഉണ്ട്, ഓരോ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പ്ലാനറ്റ്സും അതുപോലെ തന്നെ അവയുടെ ഫീച്ചേഴ്സും നമ്മൾ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്ത് വയ്ക്കണം. ഇനി നമ്മൾ പരിചയപ്പെടുവാനായിട്ട് പോകുന്നത് ഈ പ്ലാനറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാനറ്റുകളുടെ ഓരോ ഫീച്ചേഴ്സും നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഓരോ ഗ്രഹങ്ങളെയും നമ്മൾ പല പല പേരുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ എർത്തിനെ, നമ്മുടെ ഭൂമിയെ നമ്മൾ നീലഗ്രഹം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും അപരനാമങ്ങളും ഓരോ ഗ്രഹങ്ങളുടെ പേരുകൾക്ക് പിന്നിൽ ധാരാളം കാരണങ്ങളൊക്കെയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ ആയിരിക്കും. അപ്പോൾ ചോദ്യം ഉത്തരം അങ്ങനെയായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് ഒന്ന് നോക്കാം. ദി ഗാലക്സി വിച്ച് കണ്ടെയ്ൻസ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം അടങ്ങിയിരിക്കുന്ന ഗാലക്സി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മിൽക്കി വേ. സോ മിൽക്കി വേ ഈസ് ദ ഗാലക്സി വിച്ച് കണ്ടെയ്ൻസ് ദ സോളാർ സിസ്റ്റം. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദി സെന്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. അതെ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ഏതാണ്? ദി സൺ. ദി സൺ ഈസ് ദി സെന്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദി പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദി സൺ. സൂര്യനുമായി ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം മെർക്കുറി. അതെ, മെർക്കുറി ഈസ് ദ പ്ലാനറ്റ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ സൺ. അപ്പോൾ വിച്ച് ഈസ് ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദി സൺ ഈസ് മെർക്കുറി.
നാലാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു, സൂര്യനുമായി ഏറ്റവും അടുത്ത പ്ലാനറ്റ് മെർക്കുറിയാണ്. നാലാമത്തെ ചോദ്യം അതിന് വിപരീതമാണ്. ദി പ്ലാനറ്റ് ഫാർദസ്റ്റ് ഫ്രം ദി സൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള പ്ലാനറ്റ് ഏതാണ്? ഏതാണ്? കറക്റ്റ് ആൻസർ ഈസ് നെപ്റ്റ്യൂൺ. ഓക്കെ, ദി പ്ലാനറ്റ് വിച്ച് ഈസ് ഫാർദസ്റ്റ് ഫ്രം ദി സൺ ഈസ് നെപ്റ്റ്യൂൺ. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ദി ലാർജസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലിയ, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ്. അടുത്ത പോയിന്റ് എന്താണ്? ആറാമത്തെ പോയിന്റ്, ദി സ്മോളസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ചെറിയ ഗ്രഹം. ആൻസർ ഈസ് മെർക്കുറി അല്ലെ. അപ്പൊ മെർക്കുറി ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ്. ഏഴാമത്തെ പോയിന്റ് എന്താണ്? ദി പ്ലാനറ്റ് ഹാവിംഗ് ദി ലോങ്സ്റ്റ് ഡേ, ഏറ്റവും നീളം കൂടിയ, ദൈർഘ്യമേറിയ ദിനമുള്ള ഗ്രഹം ഏതാണ്? ആൻസർ ഈസ് വീനസ്. വീനസ് ഈസ് ദി പ്ലാനറ്റ് ഹാവിംഗ് ദി ലോങ്സ്റ്റ് ഡേ. പോയിന്റ് നോക്കാം. ദി പ്ലാനറ്റ് ഹാവിംഗ് ദി ഷോർട്ടസ്റ്റ് ഡേ. നമ്മൾ ഏഴാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ദൈർഘ്യമേറിയ ദിനമുള്ള പ്ലാനറ്റ് ആണ് എന്ത്? വീനസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനമുള്ള ഗ്രഹം ഏതാണ്? ആൻസർ ഈസ് മെർക്കുറി. സോ മെർക്കുറി ഈസ് ദ പ്ലാനറ്റ് ഹാവിംഗ് ദി ഷോർട്ടസ്റ്റ് ഡേ. നെക്സ്റ്റ് പോയിന്റ്, ദി പ്ലാനറ്റ് വെരി ക്ലോസ് ടു ദി എർത്ത്, അതായത് ഭൂമിയുമായി ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം വീനസ്. വീനസ് ഈസ് ദി പ്ലാനറ്റ് വിച്ച് ഈസ് വെരി ക്ലോസ് ടു ദി എർത്ത്. അടുത്തത് എത്രാമത്തെ പോയിന്റ് ആണ്? പത്താമത്തെ പോയിന്റ് നോക്കാം. ദി പ്ലാനറ്റ് നോൺ ആസ് ദ ട്വിൻ ഓഫ് എർത്ത്, അതായത് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അപ്പോൾ ഇത് ചാന്ദ്രദിന ക്വിസ് അതൊക്കെ പഠിച്ചവർക്കൊക്കെ ഇതിൻ്റെ ഉത്തരമൊക്കെ അറിയായിരിക്കും കേട്ടോ. ഞാനും ഒരു ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുത്തൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിക്കതിൻ്റെയും ഉത്തരങ്ങൾ നേരത്തെ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ ചാന്ദ്രദിന ക്വിസിലൊക്കെ പങ്കെടുത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഉത്തരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വീനസ്. സോ വീനസ് ഈസ് ദി പ്ലാനറ്റ് വിച്ച് ഈസ് നോൺ ആസ് ദ ട്വിൻ ഓഫ് എർത്ത്. അടുത്ത പോയിന്റ് നോക്കാം. ദി പ്ലാനറ്റ് നോൺ ആസ് ദി മോർണിംഗ് സ്റ്റാർ, അതായത് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം വീനസ്. സോ വീനസ് ഈസ് ദി പ്ലാനറ്റ് നോൺ ആസ് ദി മോർണിംഗ് സ്റ്റാർ. നെക്സ്റ്റ് പോയിന്റ്, ദി പ്ലാനറ്റ് നോൺ ആസ് ദി ഈവനിങ് സ്റ്റാർ അല്ലെ. നേരത്തെ നമ്മൾ മോർണിംഗ് സ്റ്റാർ വീനസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അതും എന്താ പറയുക, വീനസ് തന്നെയാണ്. അപ്പോൾ മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും ഈ രണ്ടും വീനസ് തന്നെയാണ് അറിയപ്പെടുന്നത്. അതിപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. മോർണിംഗ് സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചാൽ വീനസ് ആണ്, ഈവനിങ് സ്റ്റാർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാലും അതും വീനസ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, അതും എന്താണ്? വീനസ് തന്നെയാണ്. അപ്പോൾ വീനസിനെ കുറിച്ചിട്ട് ധാരാളം പോയിന്റുകളുണ്ട്, അപ്പോൾ അതെല്ലാം ഓർത്ത് വയ്ക്കുക. ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏതാ? വീനസ് ഈസ് ദി ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. അടുത്ത പോയിന്റ് നോക്കാം. ദി പ്ലാനറ്റ് സെക്കൻഡ് ഫ്രം ദ സൺ, സൂര്യനിൽ നിന്നും രണ്ടാമതായി നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണെന്നതാണ് ചോദ്യം. ഏതാണ്? വീനസ്. അതും വീനസ് തന്നെയാണ്. അപ്പോൾ വീനസ് ഈസ് ദ പ്ലാനറ്റ് സെക്കൻഡ് ഫ്രം ദി സൺ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദി പ്ലാനറ്റ് ഹാവിംഗ് ദി ഹയസ്റ്റ് ഡെൻസിറ്റി. അപ്പോൾ ഹയസ്റ്റ് ഡെൻസിറ്റി ഉള്ള പ്ലാനറ്റ് ഇവിടെയാണ്, അതായത് ഏറ്റവും വലിയ സാന്ദ്രത. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്രത. അപ്പോൾ സാന്ദ്രത വളരെ കൂടുതലായ ഗ്രഹം ഏതാണ്? എർത്ത്. ഓക്കെ, സോ എർത്ത് ഈസ് ദി പ്ലാനറ്റ് ഹാവിംഗ് ദി ഹയസ്റ്റ് ഡെൻസിറ്റി. നെക്സ്റ്റ് പ്ലാനറ്റ്, ദി പ്ലാനറ്റ് കോൾഡ് ദ ബ്ലൂ പ്ലാനറ്റ്. നേരത്തെ ഞാൻ ഇതിന് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹത്തെ പറ്റിയിട്ട്. ഏതാണ്? നമ്മുടെ ഭൂമിയാണ് നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പ്ലാനറ്റ്, ദ പ്ലാനറ്റ് നോൺ ആസ് ദ റെഡ് പ്ലാനറ്റ്. ആൻസർ ഈസ് മാർസ്. മാർസ് ആണ് ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് മാർസ് ആണ്. അടുത്തത്, ദി പ്ലാനറ്റ് നോൺ ആസ് ദ റസ്റ്റഡ് പ്ലാനറ്റ്. റസ്റ്റഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം മാർസ്. മാർസ് ഈസ് നോൺ ആസ് റസ്റ്റഡ് പ്ലാനറ്റ്.
നെക്സ്റ്റ് പോയിന്റ്, ദി പ്ലാനറ്റ് ഹാവിങ് ഡേ ആൻഡ് നൈറ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി എർത്ത്. അതായത് ഭൂമിയുടേതുപോലെ രാത്രിയും പകലും എല്ലാം ഉള്ള ഗ്രഹം ഏതാണ്? ഉത്തരം മാർസ്. ഓക്കെ, സോ മാർസ് ഈസ് ദ പ്ലാനറ്റ് ഹാവിങ് ഡേ ആൻഡ് നൈറ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി എർത്ത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദി പ്ലാനറ്റ് ഹാവിങ് ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ജുപ്പിറ്റർ. Jupiter is the planet having the largest number of satellites. Okay, next point, the planet having rings. അതെ, അപ്പോൾ റിങ്സ് ഉള്ള പ്ലാനറ്റ്, അതെ, ദാറ്റ് ഈസ് സാറ്റേൺ. നമ്മൾ സാറ്റേണിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുമല്ലേ, ഒരു വലിയൊരു റിങ് സാറ്റേണിൻ്റെ ചുറ്റുമുണ്ട്. ഓക്കെ, സോ ദ പ്ലാനറ്റ് ഹാവിങ് റിങ്സ് ഈസ് സാറ്റേൺ. ദി നെക്സ്റ്റ് പോയിന്റ്, ദി സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. അതായത് നമ്മൾ ലാർജസ്റ്റ് പ്ലാനറ്റ് ജുപ്പിറ്റർ ആണ്. ജുപ്പിറ്റർ കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സാറ്റേൺ. ഓക്കെ, സാറ്റേൺ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. നെക്സ്റ്റ് ചോദ്യം, ദി കോൾഡസ്റ്റ് പ്ലാനറ്റ്. തണുത്ത ഗ്രഹം. ഉത്തരം യുറാനസ്. യുറാനസ് ഈസ് ദ കോൾഡസ്റ്റ് പ്ലാനറ്റ്. നെക്സ്റ്റ് പോയിന്റ്, ദി സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദി സോളാർ സിസ്റ്റം. ആൻസർ ഈസ് പ്രോക്സിമ സെഞ്ചുറി. പ്രോക്സിമ സെഞ്ചുറിയാണ് സോളാർ സിസ്റ്റവുമായി ഏറ്റവും അടുത്ത നക്ഷത്രം. നെക്സ്റ്റ് പോയിന്റ്, ദി ടൈം റിക്വയർഡ് ഫോർ ദി സൺലൈറ്റ് ടു റീച്ച് ദി എർത്ത്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുവാനെടുക്കുന്ന സമയം. ഉത്തരം 8 മിനിറ്റും 20 സെക്കൻഡ്. 8 minutes and 20 seconds. അടുത്ത പോയിന്റുകൾ നോക്കാം. ദി പ്ലാനറ്റ് ദാറ്റ് റൊട്ടേറ്റ്സ് അറ്റ് ദി ഗ്രേറ്റസ്റ്റ് സ്പീഡ്. അതായത് ഏറ്റവും കൂടുതൽ വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ജുപ്പിറ്റർ. സോ ജുപ്പിറ്റർ ഈസ് ദി പ്ലാനറ്റ് ദാറ്റ് റൊട്ടേറ്റ്സ് അറ്റ് ദി ഗ്രേറ്റസ്റ്റ് സ്പീഡ്. അടുത്ത ചോദ്യം, ദി സോൾ പ്ലാനറ്റ് ഹാവിങ് എ സിംഗിൾ സാറ്റലൈറ്റ്സ്. ആൻസർ എർത്ത്. അതായത് ഒരേ ഒരു സാറ്റലൈറ്റ് ഉള്ള ഒരു പ്ലാനറ്റ്, അത് നമ്മുടെ എർത്താണ്. അടുത്ത ചോദ്യം, ദി ടോളസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൽ വരെ എന്താ പറയുക, മലയും മൗണ്ടൻസ് ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ മൗണ്ടൻ, ടോളസ്റ്റ് ആണ്. അപ്പോൾ വലിപ്പം കൂടിയ മൗണ്ടെയിൻ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഒളിമ്പസ് മൗണ്ടെയിൻസ് ഇൻ മാർസ്. അതായത് മാർസിലുള്ള ഒളിമ്പസ് മൗണ്ടെയിൻസ് ആണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ദി ഹൈയസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എലമെന്റ് ഓൺ ദി എർത്ത്. ആൻസർ ഓക്സിജൻ. സോ ഓക്സിജൻ ഈസ് ദി ഹൈയസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എലമെന്റ് ഓൺ ദി എർത്ത്. നെക്സ്റ്റ് പോയിന്റ്, ദി മെറ്റൽ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദി ഹയസ്റ്റ് ക്വാണ്ടിറ്റി ഓൺ ദി എർത്ത്. നേരത്തെ നമ്മൾ പറഞ്ഞു ദ ഹയസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എലമെന്റ് ഓൺ എർത്ത്. ഇതെന്താണ്? ദ മെറ്റൽ വിച്ച് ഈസ് ഹൈ. അവിടെ മെറ്റലാണ്. നേരത്തെ നമ്മൾ എലമെന്റ് ആണ് പരിചയപ്പെട്ടത്, ഇവിടെ മെറ്റലാണ്. സോ ചോദ്യം എന്താണ്? ദ മെറ്റൽ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദി ഹയസ്റ്റ് ക്വാണ്ടിറ്റി ഓൺ ദി എർത്ത്. ആൻസർ അലൂമിനിയം. സോ അലൂമിനിയം ഇസ് ദ മെറ്റൽ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദി ഹയസ്റ്റ് ക്വാണ്ടിറ്റി ഓൺ ദി എർത്ത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദി ബിഗ്ഗസ്റ്റ് സാറ്റലൈറ്റ്സ് ഇൻ ദി സോളാർ സിസ്റ്റം. ആൻസർ ഗാനിമീഡ്. സോ ഗാനിമീഡ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സാറ്റലൈറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ്, ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഈസ് ഗാനിമൈഡ്. നെക്സ്റ്റ് പോയിന്റ്, ദി ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സാറ്റേൺ. ആൻസർ ടൈറ്റൻ. സാറ്റേണിൻ്റെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഈസ് ടൈറ്റൻ. നെക്സ്റ്റ് പോയിന്റ്, ദി സാറ്റലൈറ്റ് നോൺ ആസ് ദി റിപ്ലിക്ക ഓഫ് ദി എർത്ത്. ആൻസർ ടൈറ്റൻ. ഓക്കെ, സോ ടൈറ്റൻ ഈസ് ദി സാറ്റലൈറ്റ് നോൺ ആസ് ദി റിപ്ലിക്ക ഓഫ് ദി എർത്ത്. നെക്സ്റ്റ് പോയിന്റ്, ദി ഡ്വാർഫ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. ആൻസർ സിറിയസ്, പ്ലൂട്ടോ, ഹോമിയ, എറിസ്, മാക്മാക്. ഡ്വാർഫ് പ്ലാനറ്റ് പറഞ്ഞാൽ കുള്ളൻ ഗ്രഹങ്ങളെയാണ് ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറസ്, പ്ലൂട്ടോ, ഹോമിയ, എറിസ്, മാക്മാക് ഇതൊക്കെ എല്ലാം എന്താണ്? കുള്ളൻ ഗ്രഹങ്ങളാണ്. പോയിന്റ്, ദ സ്റ്റഡി ഓഫ് ദി മൂൺ. ആൻസർ സെലനോഗ്രാഫി. അപ്പോൾ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോഗ്രാഫി എന്ന പേരിലാണ്. നെക്സ്റ്റ് പോയിന്റ്, ദി പ്ലാനറ്റ് ഡിസ്കവേർഡ് ഫസ്റ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടെലസ്കോപ്പ്.
ടെലസ്കോപ്പിന്റെ സഹായത്തോടെ ഡിസ്കവർ ചെയ്ത ആദ്യത്തെ ഗ്രഹം? ഉത്തരം യുറാനസ്. നെക്സ്റ്റ് പോയിന്റ്, ദി സാറ്റലൈറ്റ് ലോഞ്ച് ടു ദി സ്റ്റഡി അബൌട്ട് മെർക്കുറി. ആൻസർ മെസഞ്ചർ. മെർക്കുറി എന്ന ഈ ഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനായി വിക്ഷേപിച്ച സാറ്റലൈറ്റിന്റെ പേര്? ഉത്തരം മെസഞ്ചർ. നെക്സ്റ്റ് പോയിന്റ്, ദി സെലസ്റ്റിയൽ ബോഡി വിച്ച് ലോസ്റ്റ് ഇറ്റ്സ് സ്റ്റാറ്റസ് ആസ് പ്ലാനറ്റ് in 2006. ഓക്കെ, ദാറ്റ് ഈസ് പ്ലൂട്ടോ. അതായത് പ്ലാനറ്റ് എന്ന സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട സെലസ്റ്റിയൽ ബോഡി, അതായത് 2006 പ്ലൂട്ടോ അല്ലെ, പ്ലൂട്ടോയാണ് പ്ലാനറ്റ് പദവി നഷ്ടപ്പെട്ടത് 2006. പിന്നെ അതെന്തായി? ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് പ്ലൂട്ടോ മാറി. സോ പ്ലൂട്ടോ ഈസ് ദ സെലസ്റ്റിയൽ ബോഡി വിച്ച് ലോസ്റ്റ് ഇറ്റ്സ് സ്റ്റാറ്റസ് ആസ് പ്ലാനറ്റ് ഇൻ 2006. നെക്സ്റ്റ് പോയിന്റ്, the names of the characters in Greek mythology are given to the satellite of? Answer Saturn. അതായത് ഗ്രീക്ക് മിത്തോളജിയിലെ ക്യാരക്ടേഴ്സിന്റെ പേര് കൊടുത്ത ഗ്രഹം, ആ പേര് കൊടുത്ത സാറ്റലൈറ്റ്സ് ഏതിന്റെ ആണെന്നാണ്, ഏത് ഗ്രഹത്തിൻ്റെതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഗ്രീക്ക് പുരാണത്തിലെ 2 ക്യാരക്ടേഴ്സിന്റെ പേര് കൊടുത്ത ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം സാറ്റേൺ. അടുത്ത ഒരു പോയിന്റ് നോക്കാം. ദ നെയിംസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് അലക്സാണ്ടർ പോപ്പ് ആർ ഗിവൺ ടു ദി സാറ്റലൈറ്റ്സ് ഓഫ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്രീക്ക് പുരാണത്തിലെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഇവിടെ അതുപോലത്തെ ഒരു ചോദ്യമാണ്. ഷേക്സ്പിയറിന്റെയും അലക്സാണ്ടർ പോപ്പിന്റെയും പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയ സാറ്റലൈറ്റ്സ് ഉള്ള ഗ്രഹം ഏതാണ്? ഉത്തരം Uranus. Okay, Uranus is the satellite which the names of the characters in the books of Shakespeare and Alexander Pope are given to the satellites. Next point, the largest satellite of Neptune. Answer Triton. അതായത് നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ട്രിറ്റോൺ. അടുത്ത പോയിന്റ്, ദി സ്പേസ് വെഹിക്കിൾ ലോഞ്ച് ടു ദി സ്റ്റഡി അബൌട്ട് പ്ലൂട്ടോ. പ്ലൂട്ടോയെ കുറിച്ചുള്ള പഠനത്തിനായിട്ട് വിക്ഷേപിച്ച സ്പേസ് വെഹിക്കിൾ? ആൻസർ ന്യൂ ഹോറിസോൺസ്. ന്യൂ ഹോറിസൺസ് ആണ് New Horizons are the space vehicle which launched to study about Pluto.